കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സുദർശനൻ അനുസ്മരണം, കുടുംബസുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര ധനസഹായ വിതരണം, ജനപ്രതിനിധികൾക്ക് സ്വീകരണം എന്നിവ സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ നഗരസഭ ഓഫീസിന് എതിർവശത്ത് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി OS അംബിക MLA ഉദ്ഘാടനം നിർവഹിച്ചു. വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന ഒരു സംഘടന 80-85 കാലഘട്ടത്തിൽ തുടങ്ങി ഇന്നും പടർന്നു പന്തലിച്ച് സംസ്ഥാനത്താകെ വലിയ ഒരു മെമ്പർഷിപ്പുള്ള സംഘടനയായി ജനങ്ങളെ സഹായിക്കുന്ന, വ്യാപാരി വ്യവസായത്തെ സഹായിക്കുന്ന സംഘടനയായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ തച്ചോർക്കുന്നിൽ താമസിച്ചുകൊണ്ടിരുന്ന വ്യാപാരി വ്യവസായി ശ്രീ സുദർശൻ അവർ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണാന്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബ സഹായ ഫണ്ട് ഇന്ന് വിതരണം ചെയ്യുന്ന ഒരു യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം അത് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവരുടെ കുടുംബസഹായ ഫണ്ട് എന്ന് പറയുമ്പോൾ 2022 നവംബർ 1 3 വർഷക്കാലമാണ് ഈ കുടുംബ സഹായ ഫണ്ട് ആരംഭിച്ചത്. പക്ഷേ 194 പേർക്ക് 19 കോടി രൂപ ഇതുവരെ കൊടുത്തുകൊണ്ട് തന്റെ വ്യാപാരികൾക്കുണ്ടാകുന്ന ദുഃഖത്തിൽ പങ്കുചേർക്കുവാൻ വ്യാപാരി വ്യവസായി എന്ന ഏകോപന സമിതി എന്ന സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള അഭിമാനത്തോടുകൂടി ആ സംഘടന ഭാരവാഹികളെ അത് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ജില്ലാ അതിന്റെ ഏകോപന സമിതിയിലെ ഭാരവാഹികളെ ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ ഞാൻ അനുമോദിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കാലഘട്ടം കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം രാജ്യത്തിനാകെ എല്ലാ മാതൃകകളിലും മാതൃകയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാപാര വ്യവസായ സംഘടനകൾ അവരുടെ കുടുംബങ്ങളുണ്ടാകുന്ന ദുഃഖങ്ങൾ പങ്കുചേർന്നുകൊണ്ട് അവർക്കൊരു അത്താണിയായി നിൽക്കുവാൻ ഈ സംഘടനയ്ക്ക് ഇന്ന് വളരെ ബഹുദൂരം മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്നൊരു അഭിമാനത്തോട് നിൽക്കുന്ന ഒരു നിമിഷമാണ്. ഇന്ന് രാജ്യത്തിനാകെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം എന്ന് പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ എല്ലാ മേഖലയിലും എടുത്തു പറയുന്ന ഭിന്നശേഷിക്കാരുൾപ്പെടെ വയോജനങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന ഏക സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ കോവിഡ് മഹാമാരി വന്നു. അതിനുശേഷം നമുക്ക് ജനങ്ങളോട് സഹകരിക്കുവാൻ, അവരുമായി ആശയവിനിമയം നടത്തുവാൻ, അവരുമായി സംവാദത്തിൽ ഏർപ്പെടുവാൻ, പരസ്പരം സഹായിക്കുവാൻ മനസ്സ് നമ്മുടെ കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഗൾഫ് മലയാളികളും ഈ നാട്ടിലുടനീളമുള്ള എല്ലാ ബഹുജനങ്ങളും അണിനിരന്നുകൊണ്ട് ആ മഹത്തായ പ്രവർത്തനത്തിൽ ജനങ്ങളെ സഹായിക്കുവാൻ നിലപാടെടുത്ത ഈ ആബാലവൃത്ത ജനങ്ങളെ നമ്മൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് അത് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടത്തിൽ വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് ഫോണായും പുസ്തകങ്ങളായും ബാഗായും ഭക്ഷണമായും എത്തിക്കുവാൻ ഇന്ന് വ്യാപാരി വ്യവസായിയുടെ സംഘടനകൾ എല്ലാ മേഖലയിലും എല്ലാവരും സന്നദ്ധരായിട്ടുണ്ട് എന്നുള്ളത് അഭിമാനം പുരസ്സരം ഞാൻ ഇവിടെ നിൽക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് അംഗമായിരുന്ന സുദർശനന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് മരണാനന്തര ധനസഹായമായി കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പൂജ ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ B ജോഷി ബാസു, ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ധനീഷ് ചന്ദ്രൻ, ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ M പ്രദീപ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി Y വിജയൻ, KSEB ചീഫ് വിജിലൻസ് ഓഫീസർ പ്രശാന്തൻ കാണി BK IPS, ജനറൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്രാപ്രസ്, ട്രഷറർ അനിൽ ആറ്റിങ്ങൽ, തോട്ടയ്ക്കാട് ശശി, അറേബ്യൻ നാസർ തുടങ്ങി മറ്റു വിശിഷ്ടാതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ ചടങ്ങിൽ ആദരിച്ചു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം.
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.